നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അപ്പനമ്മമാരെ മക്കളെ സ്നേഹിക്കുന്നത്, അല്ലെ മക്കൾ അപ്പനമ്മമാരെ സ്നേഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആത്മാർത്ഥമായിട്ട് മക്കള് അപ്പനമ്മമാരെ സ്നേഹിക്കുന്ന ഒരു വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അച്ഛന്റെ മരണത്തിന് ശേഷം സംസ്കാരത്തെ ചൊല്ലി മക്കൾ തമ്മിൽ തർക്കമുണ്ടായി. അതായത് അച്ഛന്റെ മരണശേഷം പുള്ളിയുടെ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് മക്കൾ തമ്മിലൊരു തർക്കമുണ്ടായ ഒരു ന്യൂസാണിത്. തർക്ക പരിഹാരത്തിനായി മൃതദേഹം രണ്ടായി മുറിക്കാമെന്ന് ഒരാൾ നിർദ്ദേശം വെച്ചു. നാട്ടുകാർ ഞെട്ടി. നാട്ടുകാരല്ല, ഞാൻ ഞെട്ടി. നിങ്ങളോ? കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയിലായതോടെ പോലീസ് ഇടപെട്ടു. ഒടുവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്തു. മധ്യപ്രദേശിലാണ് സംഭവം നടന്നത്. ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ധ്വാനി സിംഗ് ഘോഷ് എന്ന 85-കാരൻ അച്ഛന്റെ മരണശേഷം വസ്തു തർക്കമോ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതെന്തായാലും ഒരു മാരക സംഭവമായി പോയി. ഞായറാഴ്ച മരിച്ചിരുന്നു. ഇതിനു പിന്നാലെ മക്കൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ധ്വനി സിംഗിന്റെ മറ്റൊരു മകനായ കിഷൻ സിംഗും ഇയാളുടെ കുടുംബവും സ്ഥലത്തെത്തിയത്. തുടർന്ന് തനിക്ക് സംസ്കാരം നടത്തണമെന്നും അന്ത്യകർമ്മങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞു. ഇതോടെ സഹോദരങ്ങൾ തമ്മിൽ തർക്കമായി. തർക്കം തുടർന്നതോടെ കിഷൻ സിംഗ് തന്നെയാണ് അച്ഛനെ രണ്ടായി മുറിക്കാമെന്ന വാദം മുന്നോട്ട് വെച്ചത്. ഈ ഒരു നിർദ്ദേശത്തിൽ നാട്ടുകാരും ഞെട്ടി. ഉടൻ അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നം രമ്യമായി പരിഹരിച്ചത്. മക്കളുടെ അപ്പനോടുള്ള ആ ഒരു സ്നേഹം എന്ത് വിചിത്രമായ സ്നേഹമൊക്കെയാണ്. പക്ഷെ ഇത് മധ്യപ്രദേശിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം ഒന്നും ആയിരിക്കത്തില്ല. അപ്പനെ അമ്മയോടും ജീവനോടെ ഇട്ട് കത്തിക്കുന്ന സംഭവങ്ങളൊക്കെയാ മെയിനായിട്ട് നടക്കുന്നത്. ഇതിപ്പോ എന്തായാലും ഇത്രയും വ്യത്യസ്തമായിട്ട് അപ്പനെ അമ്മയെ സ്നേഹിക്കുന്ന ഒരു കാര്യം അത് മധ്യപ്രദേശിലൊക്കെ നടക്കത്തുള്ളൂ, അല്ലേ? ഇപ്പൊ ഇങ്ങനത്തെ ചെറിയ വീഡിയോസ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഞെക്കി ഈ വീഡിയോ നാട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യങ്ങളൂടെ ഈ വീഡിയോയുടെ അടിയിൽ വന്ന് പറയുമ്പം അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു സുഖമുണ്ട്. പിന്നെ 1 ലക്ഷം സബ്സ്ക്രൈബർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും വരും. അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നന്ദി.